ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചന്ദനത്തിരി എടുക്കാം. അതിൽ നിന്ന് 2 ചന്ദനത്തിരി മതിയാകും. പിന്നെ കർപ്പൂരം, അത് 2ഓ 3ഓ ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഇത് 3 മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് ഉറുമ്പ്, പല്ലി, പാറ്റ ഇതിനെല്ലാം സ്പ്രേ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിൻ എടുക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് 2 ചന്ദനത്തിരിയുടെ അതിൻ്റെ ആ മരുന്നുണ്ടല്ലോ അത് നമുക്കൊന്ന് ചീകിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചീകിയെടുക്കാം. വളരെ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ചിരണ്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ചിരണ്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാരിയെടുക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചിരണ്ടിയെടുത്താൽ മതി. ഇപ്പോൾ 2 ചന്ദനത്തിരിയുടെ മതിയാകും. ഞാനിപ്പോൾ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കണ്ടോ, രണ്ടും ഇതേപോലെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം. അപ്പം ഇത് പല്ലിയും നമുക്ക് പാറ്റ, ഉറുമ്പ് ഈ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടോ ഇത് വെച്ച് സ്പ്രേ ചെയ്താൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തും എല്ലാം ഇത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. കാരണം ഇതിൻ്റെ ആ ഒരു മണം ചന്ദനത്തിരിയുടെയും വിനാഗിരിയുടെയും കർപ്പൂരത്തിൻ്റെയും 3ഉം നല്ലൊരു മണമാണല്ലോ. അപ്പോൾ 3ഉം കൂടി ചേരുമ്പോഴത്തേനുള്ള സൊല്യൂഷൻ സൂപ്പറാണ്. അപ്പോൾ നമുക്കുണ്ട് ഇതിപ്പം ചന്ദനത്തിരിയുടെ പൊടിയെല്ലാം ടിന്നിനകത്തോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കർപ്പൂരം കൂടെ അതിനകത്ത് ചേർക്കാം. അത് ഞെവിടി അതിനകത്തിടുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം വിനാഗിരി ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 ചന്ദനത്തിരി അതിൻ്റെ മരുന്നാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 2 കർപ്പൂരം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ്. ഇതിൻ്റെ അളവ് ഒട്ടും കുറയരുത് കേട്ടോ. കാരണം ഇത്ര എടുക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമില്ല, കുറയാൻ പാടില്ല. എന്നാലേ അതിനെ നമുക്ക് ഫലം കണ്ടെത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി, ഒന്നോ അതിലധികം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അത്രയും അതിൻ്റെ ആ ഒരു പവർ അതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അത് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ സാധാ കുപ്പിയിൽ ഒഴിച്ചിട്ട് മൂടിക്കകത്ത് ഹോളിട്ട് എടുക്കുകയോ അതല്ല എങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തുണ്ടെങ്കിലും അതിനകത്ത് ഒഴിച്ചുകൊണ്ട് സ്പ്രേ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. സ്പ്രേ ബോട്ടിലാകുമ്പോഴത്തേനും അതിൻ്റെ ആ പൊടിയൊന്നും ഒട്ടും കയറാൻ പാടില്ല. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. കാരണം അരിച്ചെടുത്താൽ തന്നെ വലിയ തരികൾ വല്ലതും വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ഹോളടഞ്ഞ് പോകും. അതിനേക്കാളും നല്ല നമ്മൾ സാധാ കുപ്പിക്കകത്ത് ഒഴിച്ചാൽ നമുക്ക് ഈ തരിയോട് തന്നെ ഒഴിക്കാം കേട്ടോ. ഈ അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് ഏത് ഭാഗത്തൊക്കെയാണോ ഉറുമ്പ് ശല്യം, അതേപോലെ പല്ലി, പാറ്റ, ഈച്ച ഈ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടോ ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.